തണൽ അഗ്രോഫാം നഴ്സറി, ചെറുവാഞ്ചേരി. തലശ്ശേരി കലാപത്തിന് പിന്നിൽ ജനസംഘമാണെന്ന ചരിത്ര സത്യം മറച്ചുപിടിക്കുന്ന കോൺഗ്രസ് സംഘപരിവാറിന്റെ സയാമിസ് ഇരട്ടയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞതായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. 1970 ഡിസംബർ 28-നായിരുന്നു തലശ്ശേരി കലാപം. അക്കാലത്ത് കേരളത്തിലെ ആഭ്യന്തരമന്ത്രി കോൺഗ്രസ് നേതാവ് K. കരുണാകരനായിരുന്നു. കലാപം അവസാനിക്കുന്നതുവരെ ആഭ്യന്തരമന്ത്രി തലശ്ശേരിയിൽ തിരിഞ്ഞു നോക്കിയില്ലെന്നും ജയരാജൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഒരാഴ്ചയ്ക്ക് ശേഷം വന്നപ്പോഴാവട്ടെ അന്നത്തെ ആഭ്യന്തരമന്ത്രി പറഞ്ഞത് തലശ്ശേരിയിൽ ഒരു വർഗീയ ലഹളയും നടന്നിട്ടില്ല, അത് മാർക്സിസ്റ്റുകാർ ഇളക്കിവിട്ട ഒരു രാഷ്ട്രീയ കലാപമായിരുന്നു എന്നായിരുന്നു. അത് പച്ചക്കള്ളമാണെന്ന് അന്ന് തന്നെ ജനങ്ങൾ തിരിച്ചറിഞ്ഞതാണ്. ആ പ്രസ്താവന ഇപ്പോൾ പൊടിതട്ടിയൊടുക്കുകയാണ് ഇന്നത്തെ കോൺഗ്രസ് നേതാക്കൾ ചെയ്യുന്നത്. ചരിത്രത്തെ വളച്ചൊടിക്കുന്ന സംഘപരിവാറിനെ പോലെ കോൺഗ്രസും മാറി. തലശ്ശേരി കലാപത്തെക്കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് ജോസഫ് വിധേയത്തിൽ കമ്മീഷന് മുമ്പാകെ അന്നത്തെ സർക്കാരിനെ പിന്തുണക്കുന്ന ആളുകൾ നൽകിയ മൊഴി മാത്രം ഉദ്ധരിച്ചാണ് CPM-നെ കോൺഗ്രസുകാർ കുറ്റപ്പെടുത്തുന്നത്. അല്ലാതെ കമ്മീഷന്റെ നിഗമനമല്ല. തലശ്ശേരിയിലെ കലാപം ശാന്തമാക്കാനാണ് കൊടിവെച്ച കാറിൽ സഞ്ചരിച്ച് CPM നേതാക്കൾ ആഹ്വാനം ചെയ്തത്. CPM നേതാക്കളും പ്രവർത്തകരാരും കലാപത്തിൽ പങ്കാളികളായിട്ടില്ലെന്നത് തർക്കമറ്റ കാര്യമാണ്. കൊടികെട്ടിയ കാറിൽ 29 വൈകുന്നേരം CPM നേതാക്കൾ സഞ്ചരിക്കുകയും കലാപം അവസാനിപ്പിക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയുമാണ് ചെയ്തത് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് കോൺഗ്രസുകാർ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ചെയ്തത്. 1970 ഡിസംബർ 28-നായിരുന്നു തലശ്ശേരി കലാപം. കമ്മീഷന്റെ മുമ്പാകെ ഹാജരായവർ നോക്കിയ അന്നത്തെ സർക്കാരിനെ പിന്തുണക്കുന്ന ആളുകളായി അതിൽ നല്ലൊരു ശതമാനവും കോൺഗ്രസ്സുകാരാണ്. അവർ നൽകിയ മൊഴി കമ്മീഷൻ റിപ്പോർട്ടിൽ നിന്ന് ഉദ്ധരിച്ചിട്ട് CPIM-നെ കുറ്റപ്പെടുത്തുകയാണ്. ഇത് അന്നത്തെ കമ്മീഷന്റെ എൻക്വയറി റിപ്പോർട്ടാണ്. 92-ാം പേജിൽ പാരഗ്രാഫ് 220 അവര് പറഞ്ഞത് സാക്ഷികളുടെ മൊഴികളാണ്, അത് കോൺഗ്രസ്സുകാരുടെ മൊഴികളാണ്. ഇതില് ഒരു ഭാഗത്ത് പറയുന്നു, It is not disputed that none of the leaders of the Marxist party took part in these disturbances. It is also evident that Marxist workers went in a car with the party flag on the 29th evening and advised people to stop with the rioting. CPIM-ന്റെ പ്രവർത്തകരാരും കലാപത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നത് തർക്കമറ്റ കാര്യമാണെന്നും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാൻ കഴിയും, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാർ ഒരു കൊടികെട്ടിയ കാറിൽ 29-ന് വൈകുന്നേരം മുതൽ ആ പ്രദേശത്താകെ സഞ്ചരിക്കുകയും ജനങ്ങളോട് കലാപത്തിൽ നിന്ന് മാറണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു എന്നാണ് കമ്മീഷന്റെ നിഗമനം. ഈ നിഗമനം കോൺഗ്രസിന്റെ നേതാക്കന്മാർ ബോധപൂർവം മറച്ചു വെക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പെടുത്തപ്പോൾ ന്യൂനപക്ഷ വേട്ട നടത്തുന്ന RSS-നെ വെള്ളപൂശുകയും അവരുടെ വോട്ട് സമ്പാദിക്കുകയുമാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ശാഖയ്ക്ക് കാവൽ നിന്ന ഒരു നേതാവിന്റെ പാർട്ടിയാണ് കോൺഗ്രസ് എന്നതുകൊണ്ട് അനുയായികളും അങ്ങനെ ആയിരിക്കുമല്ലോ എന്നും ജയരാജൻ പറഞ്ഞു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ. നിങ്ങളുടെ വീട് നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ തണൽ അഗ്രോഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.